ഞാനിന്ന് കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് ഇന്ന് നമുക്ക് വളരെ ആകാംക്ഷയോടെ നമ്മൾ ഏറെ കാത്തിരിക്കുന്ന നമ്മുടെ മമ്മൂട്ടിയുടെ ബസൂക്ക റിലീസാണ്. ബസൂക്ക റിലീസ് കാണാൻ വേണ്ടി ഞാൻ അപ്സര തിയേറ്ററിലാണുള്ളത്. അപ്പോൾ അറിയാലോ, ബസൂക്കയെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഫസ്റ്റ് ലുക്ക് വന്നത് മുതൽ നമ്മൾ വേറെ ആകാംക്ഷകളിലുള്ളതാണ്. കുറേ പ്രാവശ്യങ്ങൾ ഡേറ്റ് മാറ്റിയെങ്കിലും അതുപോലെ മമ്മൂട്ടിയെ സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് എത്തിച്ച ഒരു വലിയ തിരക്കഥാകൃത്താണ് ഡെന്നിസ് ജോസഫ്. അദ്ദേഹത്തിൻ്റെ മകൻ ഡിന്നു ഡെന്നിസ് ആദ്യമായി മമ്മൂട്ടിയോട് കഥ പറയുകയും മമ്മൂട്ടി നിനക്ക് തന്നെ ഈ സംവിധാനം ചെയ്തുകൂടെ ഈ സിനിമ എന്ന് പറയുകയും അങ്ങനെയാണ് ഈ സിനിമ പിറവിയെടുത്തത്. അപ്പോൾ ഈ സിനിമ നമുക്ക് അടിച്ചു പൊളിച്ച് കാണാം. ഇതെല്ലാം നല്ല സിനിമയായിരിക്കും ഉറപ്പാണ്. പക്ഷേ എന്നാലും നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം അറിയണം. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് പോകാം. ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഭയങ്കര പടമാണ്, ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ പടം, മമ്മൂക്ക തകർത്തുണ്ട്. അതിന്റെ അടിയെന്ന് പറയാം. അതെയാ, സൂപ്പർ പടം ഉണ്ടാവുന്നല്ലടാ. ഓ കൊടുങ്കാറ്റ് നൈസ് ബ്രോ. നല്ല പടം, അടിപൊളി അടിപൊളി അടിപൊളി. എൻ്റെ അഭിപ്രായം നല്ല സിനിമ. നല്ല സിനിമ. മമ്മൂട്ടി എങ്ങനെ തകർത്ത് അവസാന രംഗത്ത് നല്ല അടിപൊളി. അവസാനം ഒരു കാമണിക്കൂർ ശരിക്കും ജനങ്ങളെ ഇരുത്തി അല്ലേ? അവസാനം ഒരു കാമണിക്കൂർ ജനങ്ങളെ ഇരുത്തി. അവസാന ലാസ്റ്റ് അടിപൊളി. അങ്ങനെ സിനിമയെ പറ്റി ഒരു വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു. പടം കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ തോന്നി, മമ്മൂട്ടി വെറൈറ്റികൾ മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി പോകും. എന്താ മമ്മൂട്ടി ഇപ്പോൾ ഇത് എടുക്കാൻ കാരണം? എന്താ ഇപ്പോൾ ഇതിൽ വെറൈറ്റികൾ? ഫസ്റ്റ് ഇങ്ങനെ തോന്നിപ്പോയി, എന്താ പടം എങ്ങോട്ടാണ് കൊണ്ടുപോകണത്, എന്താ ഇപ്പോൾ ചെയ്യാന്നുള്ളത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ട് മമ്മൂട്ടി പടം എടുക്കുന്നത്. ആ ഡിനോ ഡെന്നീസ് മമ്മൂട്ടിനെ കൊണ്ട് എന്താ പറയുക, ഇപ്പോഴത്തെ യൂത്തിനൊന്നും ഇതേമാതിരി ചെയ്യാൻ കഴിയും തോന്നുന്നില്ല. നമ്മുടെ ലാസ്റ്റത്തെ അഭിനയവും ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്. നമുക്ക് അവസാനം 15 മിനിറ്റ് ഞെട്ടിച്ചെന്നല്ല കോരി ധരിപ്പിച്ചാണ്. അങ്ങനെ ആലോചിച്ചു മമ്മൂട്ടി ഇപ്പോൾ വെറൈറ്റി മാത്രം എടുക്കണം. മമ്മൂട്ടി എന്താ ഇപ്പോൾ പടം എടുക്കാൻ കാരണം എന്നുള്ളത് സിനിമ കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് ഈ പടം മമ്മൂട്ടി ഏറ്റെടുക്കുന്നത്. അച്ഛൻ്റെ കഴിവ് മകനുമുണ്ട്, മമ്മൂട്ടിക്ക് കഴിവ് മകനുമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ലാസ്റ്റ് സീൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ 74 വയസ്സിലും ഇത്രയും നല്ല രീതിയിൽ പെർഫോമൻസ് ഒരാൾക്ക് കഴിയില്ല. താങ്ക് യു സോ മച്ച്. ഗെയിമിന്റെ എൻഡ് എത്തുമ്പോഴാണ് നമുക്ക് അറിയാം ഇത് എവിടെ കൊണ്ടേ അവസാനിപ്പിക്കുന്നത്. അത്ര നല്ല രസമായിട്ട് പോയിട്ട് അവസാനത്തെ ആ 15 മിനിറ്റ് മമ്മൂട്ടി അങ്ങനെ വിളയാടുക. ചെറിയ പൈസക്ക് വലിയ